നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് വെള്ളിനക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കുങ്കുമപ്പൂവ് എന്ന പരമ്പര നെഞ്ചോട് ചേർത്ത പ്രേക്ഷകർ ഒപ്പം രുദ്രൻ എന്ന കഥാപാത്രത്തെയും സ്നേഹത്തോടെ സ്വന്തമാക്കി. സ്വതസിദ്ധമായ ശൈലിയിൽ രുദ്രനായി പകർന്നാടിയ ഷാനവാസാണ് ഇന്ന് വെള്ളിനക്ഷത്രങ്ങളിൽ നമ്മോടൊപ്പം. അങ്ങനെ തന്നെ നേതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഷാനവാസ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാനു, സ്വാഗതം. ഷാനു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇപ്പം തന്നെ ഓഡിയൻസ് കാണുമ്പോഴേക്കും അയ്യോ നമ്മുടെ രുദ്രൻ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും നമ്മുടെ എന്താ പറയുക എല്ലാവരുടെയും സ്വന്തമായി കഴിഞ്ഞു ഷാനു. എന്തായാലും ആ ഒരു ഫേസ് കഴിഞ്ഞ് ഷാനുവിൻ്റെ അടുത്തൊരു ലെവലിലേക്ക് ഷാനു ഇപ്പം വന്ന് പുതിയൊരു മൂവി അല്ലേ, അങ്ങനെ തന്നെ നേതാവേ എന്ന് പറഞ്ഞ നാരായൺ ഹീറോ ആവുന്ന ഒരു മൂവിയിൽ മെയിൻ വില്ലൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് വിശേഷം അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലോട്ട് വരാൻ പറ്റി എന്നുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട്. മിനി സ്ക്രീനിലും വില്ലനായിട്ടാണ് തുടങ്ങാൻ പറ്റിയത്, അത് നല്ല രീതിയിൽ പര്യവസാനിച്ചു. ബിഗ് സ്ക്രീനിലും വില്ലനായിട്ട് തുടങ്ങാൻ പറ്റി. ഒരു കുങ്കുമപ്പൂവിൽ ഒരു അവസാനത്തോട്ട് ഒരു നന്മ നിറഞ്ഞ ഗുണ്ടയാണെങ്കിൽ ഇതിൽ പക്ക ഒരു വില്ലനായിട്ട് തന്നെയാണ്. അപ്പോൾ ക്യാരക്ടറിനെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യുകയാണെങ്കിലോ, കുറച്ചുകൂടി പറയുകയാണെങ്കിൽ എന്താണ് മൊത്തം, അല്ലെങ്കിൽ ആ ഓഡിയൻസിന് കാണാത്തവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ വേണ്ട, എന്നാലും കുറച്ചുകൂടി ആ സിനിമയെക്കുറിച്ചോ ആ കഥാപാത്രത്തെക്കുറിച്ചോ പറയുകയാണെങ്കിൽ, പിന്നെ ഷാനു എങ്ങനെ അതിലേക്ക് വന്നു? ഈ സിനിമയിൽ എൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കുമപ്പൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ അജിത് പൂജപ്പുര ആളെന്നെ സമീപിക്കുകയുണ്ടായി. ആ സമയത്ത് കുങ്കുമപ്പൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളൊരു സിനിമ ചെയ്യണം എന്നുള്ള ഇതിലാണ് വന്നത്. അതിലൊരു സെൻട്രൽ ക്യാരക്ടർ, ഹീറോ ക്യാരക്ടർ ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടായിരുന്നു വന്നത്. അന്ന് ഒരു പ്ലാൻ ചെയ്തു, അത് പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പിന്നെ അന്ന് തൊട്ടുള്ള ഒരു സൗഹൃദമാണ് അജിത് പൂജപ്പുരമായിട്ട്. അപ്പോൾ പുതിയതായിട്ട് അവർ പ്ലാൻ ചെയ്ത ഈ ഒരു സിനിമയിൽ നരേനാണ് ഹീറോ, ഷാനുവിന് വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സന്തോഷത്തോടെ രണ്ട് കൈ നല്ല സിനിമകളുടെ, പ്രത്യേകിച്ച് രഞ്ജി പണിക്കർ സാറ്, മുകേഷ് ചേട്ടൻ, നരേൻജി ഹീറോ ആവുന്നു, പിന്നെ പിഷാരടി, സുരാജ് ചേട്ടൻ, മീരാനന്ദൻ, ഈ ഒരു ക്രൂവിൻ്റെ കൂടെ ഒരു ബിഗ് സ്ക്രീനിൽ ഒരു എൻട്രി വെക്കുക എന്നുള്ളത് ഏതൊരു ആർട്ടിസ്റ്റിന് സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹം. അതുപോലെ എൻ്റെ ആഗ്രഹം അത് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ സിനിമയിൽ വന്നത്. ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ ആദ്യം തന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമ ഒരു സാങ്കല്പിക ഗ്രാമം എന്ന് പറയാം. കാരണം ഇപ്പം അങ്ങനെ ഒരു ഗ്രാമമില്ല, രാഷ്ട്രീയമില്ലാത്തൊരു ഗ്രാമം. അതായത് ആ ഗ്രാമത്തിൽ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല, രാഷ്ട്രീയം ചിന്തിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അവിടെ പണ്ടത്തെ മാടമ്പി ഭരണം കീപ്പ് ചെയ്തു പോരുന്ന ഒരു നാടാണ്, ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് രണ്ട് കുടുംബങ്ങളാണ്. അവിടെ ആ ഒരു കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ പെരുമാൾ കുടുംബം എന്ന നരേൻജി അടങ്ങുന്ന, അതായത് സായികുമാർ ചേട്ടനാണ് പെരുമാൾ എന്ന് പറഞ്ഞ ആൾ ക്യാരക്ടർ ചെയ്യുന്നത്. ആളുടെ മകനായിട്ടാണ് നരേൻ ചെയ്യുന്നത്. അവരുടെ ആ കുടുംബമാണ് ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നതും തീരുമാനിക്കുന്നതൊക്കെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുടുംബമാണ് പിള്ളക്കുടുംബം. അതാണ് എൻ്റെ അച്ഛനായ സുരാജ് ചേട്ടൻ, സുരാജ് വഞ്ഞാറുമൂട് എൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, ഗണപതി പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഗണപതി പിള്ളയുടെ മോനാണ് അർജുനൻ പിള്ള എന്ന എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ പിള്ള കുടുംബം കാലങ്ങളായിട്ട് പെരുമാൾ കുടുംബത്തിനോട് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. തോറ്റുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാമത്തിൽ എന്തെന്നെ ഒരു പ്രശ്നം വന്നാലും, ഒരു അഭിപ്രായ വ്യത്യാസം വന്നാലും തല്ലി തീർക്കുന്ന പരിപാടിയൊന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം വെച്ചിട്ട് അതിന് പരിഹാരം കാണും. അതിൽ എന്ത് കാര്യങ്ങൾക്കും മത്സരം വെക്കും. മത്സരം വെച്ചിട്ട് അതിലെ വിജയിയാണ് ഈ പരിഹാരത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും തോറ്റുകൊണ്ടേയിരിക്കുന്ന ഒരു പരമ്പരയാണ് ഞങ്ങൾ പരമ്പര. അതിൽ അവസാനത്തെ കണ്ണിയാണ് ഞാൻ, അർജുനൻ പിള്ള. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ആ പെരുമാൾ തലമുറയിലെ ഇപ്പോഴത്തെ ആളാണ് നരേൻജി. അപ്പോൾ നായകൻ വില്ലനെ മറികടക്കാൻ വേണ്ടിയുള്ള കുറേ കുതന്ത്രങ്ങളാണ് ഈ സിനിമയിൽ. അപ്പോൾ എങ്ങനെ ഇതിന്റെ മൊത്തം ട്രീറ്റ്മെന്റ് ഒരു കോമഡി ബേസ്ഡ് ആണോ? ഒരു ലൈറ്റ് ഹ്യൂമർ. ഇതിൽ കൂടുതലായിട്ട് ജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ആണ് ഇതിൽ സിനിമ വലിയൊരു സിനിമയാണെന്നല്ല അവകാശപ്പെടുന്നൊന്നുമില്ല, പക്ഷേ ബോറടിപ്പിക്കില്ല.
അത്യാവശ്യത്തിന് ചിരിക്കാനുണ്ട്, നന്നായിട്ട് ചിന്തിക്കാനുണ്ട്, നല്ലൊരു മെസ്സേജും ഉണ്ട്. കാരണം ഇതൊരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതിലെ ഒരു മെയിൻ കഥയുടെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഇപ്പം അറിയാലോ നമ്മുടെ നാട്ടിൽ കൃഷി ഒന്നും ആരും അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൃഷിയെല്ലാം മോശം, പാടങ്ങളിലെല്ലാം കെട്ടിടങ്ങളും മണ്ണൊക്കെ നിറയ്ക്കലും വീട് പൊക്കലും ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കലൊക്കെയാണ്. അപ്പോൾ കൃഷിയോട് എല്ലാവരും പിന്തിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പം നമ്മളെ ഇപ്പോഴത്തെ ഗവൺമെൻറ് കൃഷിയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. എന്താണെന്ന് വെച്ചാൽ വരുന്നുണ്ട് ഇതിൽ ഈ പെരുമാൾ കുടുംബത്തിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ഒരു മാടമ്പി ഭരണമാണ്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജനാധിപത്യം വരണം, അതായത് രാഷ്ട്രീയം വരണം. രാഷ്ട്രീയം കൊണ്ടേ അവരെ മറികടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ വില്ലൻ സൈഡ് ഒരു തീരുമാനം എടുത്തിട്ട് അവിടെ ആ നാട്ടിലോട്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്നതാണ് ഈ സിനിമയിലെ ഒരു ഇതിവൃത്തം മെയിൻ കാര്യം. അപ്പോൾ രാഷ്ട്രീയം ഇവിടെയൊക്കെ വരികയും അവിടെ കൃഷി ചെയ്തിരുന്ന കർഷകരെല്ലാം കൃഷി നിർത്തി രാഷ്ട്രീയത്തിലോട്ട്. വേറെ ഒന്നുമല്ല, ഈ 400 രൂപ 500 രൂപ 600 രൂപ കൂലി കിട്ടിയിരുന്ന കർഷകർ ജാഥ വിളിക്കാൻ പോയാൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞാൽ ദിവസം 1000 രൂപയും നല്ല കോഴി ബിരിയാണിയും കിട്ടും. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയം നിർത്തിയിട്ട് കൃഷി നിർത്തിയിട്ട് രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകുന്നതാണ് ഈ സിനിമയിൽ. പിന്നെ അവരെ തിരിച്ച് കൃഷിയിലോട്ട് തന്നെ ബോധവൽക്കരിച്ച് കൊണ്ടുവരുന്നതാണ് നായകൻ. ശരിക്കും വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ചും. പക്ഷേ മറ്റേ നമ്മളെ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് വേണ്ട ഭയങ്കരമായുള്ളൊരു എന്റർടൈൻമെന്റ്, ഭയങ്കര ഇതോ അങ്ങനെയൊന്നുമില്ല, എന്നാലും എല്ലാം അടങ്ങിയുള്ള ഫൈറ്റ് ഉണ്ട്. നല്ലൊരു ഫൈറ്റ് ഉണ്ട്, നല്ലൊരു സോങ് ഉണ്ട്, ജയചന്ദ്രൻ ചേട്ടൻ പാടിയ നല്ലൊരു മ്യൂസിക് ചെയ്ത നല്ലൊരു സോങ് ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു എന്റർടൈൻമെന്റ്. അതായത് കഥയോടും ഇതിനോടും ചേർന്ന് നിൽക്കുന്ന പോലെ എല്ലാം വേണ്ട രീതിയിൽ ചേരുവ ചേർത്ത ഒരു സിനിമ. ഞാനിപ്പോ അങ്ങനെ ഒരു ഡൗട്ടോട് കൂടി പറയാൻ കാരണം ഒരു ന്യൂജൻ അല്ല. അല്ല, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കണ്ടിട്ടില്ല, ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നല്ലതാണെങ്കിൽ അതൊന്നും ഇപ്പത്തെ ഓഡിയൻസിന്റെ ടേസ്റ്റ് ഇനിയും മാറി. ഇപ്പത്തെ പിള്ളേര് നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുക. നല്ലത് എന്ത് കൊടുത്താലും അത് ഏത് പാത്രത്തിൽ കൊടുത്താലും അവർ ഹാപ്പിയാണ്. അപ്പൊ ഇതും അവർ അങ്ങനെ തന്നെ എടുക്കുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി എന്തായാലും ഷാനുവിന്റെ പേഴ്സണൽ ഇതിലേക്ക്, ഷാനുവിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ, ഇപ്പം അർജുനൻ പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞു. അത് ശരിക്കും സുരാജേട്ടന്റെ മോനായിട്ടെന്ന് പറയുമ്പോൾ തന്നെ സുരാജേട്ടൻ ഒരു എപ്പിട്ടോമാണ്. ഒരു ആക്ടിങ്ങിന്റെ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ടവർ പോലെയാണ്. പിന്നെ ബാക്കി കൂടെയുള്ള കോസ്റ്റാസും അങ്ങനെ. ഇപ്പൊ സീരിയലിൽ വന്നപ്പോഴാണെങ്കിലും അത്തരം ആൾക്കാരുടെ കൂടെ ഷാനു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഷാനുവിന്റെ ഒരു എക്സ്പീരിയൻസ്? കാരണം ഷാനു കമ്പാരിറ്റീവ്ലി ന്യൂബിയാണ് ഇൻഡസ്ട്രിയിൽ. ഞാൻ തുടക്കം തന്നെ സീരിയലിലാണ് വന്നത്. സീരിയലിൽ എൻ്റെ ഭാഗ്യം വശാൽ എനിക്ക് കിട്ടിയ എൻ്റെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് സിനിമയിലുള്ള GK പിള്ള സാറ്, പിന്നെ നല്ല ആക്ടിംഗ് ബേസുള്ള ആശ ചേച്ചി, പിന്നെ സീരിയലിൽ സിനിമയിലൊക്കെ നല്ല നിറഞ്ഞു നിന്നിരുന്ന സാജൻ സൂര്യ, ഇവരൊക്കെ കൂടെ, പിന്നെ മറ്റേ എന്താ പറയുക, നമ്മളെ TS രാജു അങ്കിൾ, ഇവരൊക്കെ കൂടായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അപ്പോൾ ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ അവരെ കൂടെ അഭിനയിച്ചത് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കുറഞ്ഞ ഒരു എപ്പിസോഡ്സ് മാത്രമേ, അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ അവരുമായിട്ട് മത്സരിക്കാൻ തുടങ്ങി. കാരണം ഒരു നല്ല രീതിയിലൊരു മത്സരബുദ്ധിയോട് കൂടിയാണ് ഞങ്ങൾ കുങ്കുമപ്പൂ പിന്നീട് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഗുണം എനിക്ക് സിനിമയിൽ വന്നപ്പോഴും കിട്ടി. കാരണം എല്ലാവരും സിനിമക്കാരായിരുന്നു അതിൽ. അപ്പോൾ അതിൽ ഒരുപാട് കുറവുകളുള്ളത് അവരെനിക്ക് അന്നേ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും സിനിമയിലോട്ട് വന്നപ്പോൾ, മിനി സ്ക്രീനിൽ നിന്ന് നേരെ ബിഗ് സ്ക്രീനിലോട്ട് വന്നപ്പോൾ കുറച്ച് കുറവുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചു തന്നത് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന സുരാജേട്ടനാണ്, നരേൻജിയാണ്, അതുപോലെ തന്നെ മറ്റേ ക്യാമറമാൻ അനിൽ നായർ, ഡയറക്ടർ അജിത് പൂജപ്പുര, എല്ലാവരും നന്നായിട്ട് സഹായിച്ചു. കാരണം വേറെ ഒന്നുമല്ല, സീരിയലിൽ മാക്സിമം ഡ്യൂറേഷൻ വേണം, ലാഗിങ് വേണം, വലിച്ച് ആക്ട് ചെയ്യണം, എങ്കിലേ ടൈം, അതെ എങ്കിലേ പ്രൊഡ്യൂസർ സേഫ് ആവുള്ളൂ സീരിയലിൽ. പക്ഷെ സിനിമ അങ്ങനെയല്ല, അവർക്ക് ലാഗിങ് പാടില്ല. അപ്പോൾ ആ ഒരു പിടുത്തം
എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ അത് വളരെയധികം എന്നെ സഹായിച്ചു സുരാജ് ഏട്ടനും നരൻജിയും എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതേപോലെ അനിൽ നായരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു, ഷാനുവിൻ്റെ അടുത്ത് ഒരുപാട് മരുന്നുകളുണ്ട്, അത് ഒക്കെ ഞങ്ങൾ എടുത്തോളാം. പക്ഷെ ഷാനു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ചെറിയൊരു ലാഗിങ് വരുന്നുണ്ട്, നമുക്കത് വേണ്ട, അത് ഒഴിവാക്കുന്ന. എൻ്റെ അടുത്ത് എപ്പോൾ വന്നാലും അപ്പം ചൂണ്ടിക്കാണിച്ചു തന്ന് അപ്പോൾ എനിക്ക് എന്നെ തിരുത്തുമായിരുന്നു സുരാജ് ഏട്ടനും നരേൻജിയും അനിൽ നായരും ഒക്കെ. അപ്പോൾ അത് എനിക്ക് വലിയൊരു സഹായമായി. ഇപ്പം തിയേറ്ററിൽ പോയി സിനിമ കണ്ടോ ഷാനു? തീർച്ചയായും കാണാതിരിക്കാൻ പറ്റും. അതല്ല, അപ്പോൾ കൂടെയുള്ളവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇപ്പം ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. പടം നന്നായിട്ടുണ്ട്, ഷാനു നന്നായിട്ട് ആക്ട് ചെയ്തു, എന്തായാലും നല്ലൊരു ഫ്യൂച്ചറുണ്ട് എന്നവർ പറഞ്ഞു. ഞാൻ തിരിച്ച് നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ എന്നും പറഞ്ഞു. അല്ലാത്ത നമ്മുടെ രുദ്രൻ്റെ ആരാധികമാരൊക്കെ എന്ത് പറയുന്നു? അവരുടെയൊക്കെ റെസ്പോൺസ് ഉണ്ടാവുമല്ലോ, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? അവർ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ നന്നായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് നല്ല ആശംസകളൊക്കെ അറിയിച്ചിട്ട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ കാരണം എന്താ വെച്ചാൽ കുങ്കുമപ്പൂ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു വർഷമൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും ഹാങ് ഓവർ തീർന്നിട്ടില്ലേ ഞങ്ങൾക്ക്. അത് വളരെയധികം ഒരു സന്തോഷം, ദൈവത്തിനോട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം രുദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്കൊരു എന്താ പറയുക, ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു. അത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു 3-4 സിനിമയിൽ ഹീറോ ആയിട്ട് ചെയ്യുന്നതിലേറെ പോപ്പുലാരിറ്റിയാണ് എനിക്ക് ഒരൊറ്റ സീരിയലിൽ ആ ഒരു ക്യാരക്ടർ കൊണ്ട് എനിക്ക് കിട്ടിയത്. അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ക്യാരക്ടർ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷം. ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് നല്ല ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നല്ല മെസ്സേജസ് വരുന്നുണ്ട്. കൂടാതെ ചാനൽ ഇപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ ഒരു സന്തോഷ വാർത്തയോടും കേട്ടു. അത് രുദ്രനെ എന്താ പറയാ വിട്ടുകൊടുക്കാൻ മനസ്സ് വരുന്നില്ല ചാനലിന്. രുദ്രൻ മാത്രമല്ല, ജയന്തി, ശാലിനി എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഷാനുവിന്റെ കരിയറിലേക്ക് വരികയാണെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഷാനു മഞ്ചേരി പോലെ അത്രയ്ക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു എറണാകുളത്തുള്ളയോ അല്ലെങ്കിൽ ഒരു തൃശ്ശൂരുള്ള ഒരാൾക്ക് പോലുള്ള എക്സ്പോഷർ അത്രയും അവിടെ മഞ്ചേരിയിലേക്കൊന്നും, നമ്മുടെ നാടാണല്ലോ, അവിടെയൊന്നും അത്രയ്ക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഷാനു ആണെങ്കിൽ വരുന്നത് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, തീർച്ചയായിട്ടും അത്രയ്ക്ക് കലയോട് ചെറിയ, പ്രത്യേകിച്ച് മലപ്പുറംകാർക്കല്ലേ അറിയാം. അപ്പം അങ്ങനത്തെ ഒക്കെ ഇതിൽ നിന്നും ഷാനുവിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടേസ്റ്റ് വരുന്നത്? എങ്ങനെയാണ് ഷാനു ഈ ഒരു ഷാനുവിലേക്ക് എത്തി നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നു ആ ടേസ്റ്റ് വരാൻ കാരണം എൻ്റെ പാരൻസാണ് തോന്നുന്നുണ്ട്, എൻ്റെ ഉപ്പയും ഉമ്മയും. അവർ ചെറുപ്പത്തിൽ തന്നെ അവർ മറ്റേ ഡാൻസും കരാട്ടയൊക്കെ എല്ലാം അവർ ഒരു ചെറിയ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഉപ്പ മരിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കലയോട് ഭയങ്കര താല്പര്യമായിരുന്നു. വളരെ ചെറിയ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും മോനെ അവർ നന്നായിട്ട് ഈ കലയും അതേപോലെ കരാട്ടെ, സ്പോർട്സിലാണെങ്കിലും ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കുന്ന പ്ലെയറാണ്. കോളേജ് ടീമിലും സ്കൂൾ ടീമിലൊക്കെ ഒത്തിരി ക്ലബ്ബുകളിലൊക്കെ ഒത്തിരി കളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും എന്നെ നിരുത്സാഹപ്പെടുത്താതെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് എൻ്റെ പാരൻസ് ചെയ്ത്. അത് കാരണം കൊണ്ട് തന്നെയാണ് എനിക്കൊരു ടേസ്റ്റ് വരാൻ കാരണം, കലയോടുള്ള ടേസ്റ്റ് വരാൻ കാരണം. പിന്നെ എല്ലാത്തിനും പ്രോത്സാഹനം എൻ്റെ ഫാദറായിരുന്നു. ഞാനൊരു 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നാനയിൽ അങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് ട്രിവാൻഡ്രത്ത് നിന്നും പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, ഞാൻ പങ്കെടുത്താലോ എന്ന് ആഗ്രഹം. ഈ പ്രായത്തിന് ആരെന്നെ, അപ്പോൾ ഫാദറും ഇവിടെ ഇല്ല, ഗൾഫിലാണ്. അപ്പോൾ നിന്നെ കൂടെ ആരാ പോരാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും എന്നെയും കൂട്ടിയിട്ട് ഞാനും കൂടി ആയിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു. ഇപ്പോൾ ക്യാഷൊക്കെ തന്ന് പറഞ്ഞയച്ചു. ട്രിവാൻഡ്രത്തോട്ട് വണ്ടി കയറി അവിടെ ചെന്ന് ഓഡീഷനിൽ പങ്കെടുത്തു. അവിടെ 2500 രൂപ, അന്നത്തെ കാലത്ത് 2500 രൂപ ഫീയും വാങ്ങി തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ തിരിച്ച് വിളിക്കുമ്പോൾ അവരെ കോണ്ടാക്ട് കിട്ടുന്നേ ഇല്ല, ഫോണേ നിലവിലില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചതിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. അതിനിടയിൽ ഫാദർ മരിച്ചു. പിന്നെ ഉമ്മയായിരുന്നു. അപ്പോൾ ഉമ്മ ഒരിക്കലും എന്നെ ഞാനൊരു കുടുംബനാഥൻ്റെ റോൾ ഏറ്റെടുക്കേണ്ടി വന്നു ഫാദർ മരിച്ചപ്പോൾ. അപ്പോൾ ഉമ്മ ഒരിക്കലും എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. എൻ്റെ ഈ ആഗ്രഹം അപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ പഠനമൊക്കെ പാതി വയലിൽ ഉപേക്ഷിച്ചിട്ട് കുടുംബം നോക്കാൻ വേണ്ടി ജോലിക്കൊക്കെ ഇറങ്ങേണ്ടി വന്നു.
ആ സമയത്തും എൻ്റെ ഈ ആഗ്രഹം മനസ്സിലുള്ളത് കണ്ട് ഉമ്മ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നൈയിൽ ട്രൈ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഓഡീഷനൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഉമ്മ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും ഉമ്മ കയ്യിൽ വിള ഊരിയിട്ട് പണയം വെച്ച് വരെ ക്യാഷ് ഉമ്മ തരും. അതൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഉമ്മാൻ്റെ ഉമ്മ ഒരിക്കലും എന്നെ നീ ഒരു കുടുംബനാഥനാണ്, നീ കുടുംബം നോക്കി നിന്നോ എന്നും പറഞ്ഞിട്ട് ഒരിക്കലും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ടറെ കിട്ടാനുണ്ടെന്ന് അത് ഉമ്മയ്ക്കും എന്തോ പഠിച്ചോന്ന് തോന്നിച്ചത്. അതെ അതെ അതെ. പിന്നീട് എങ്ങനെയാണ് കുങ്കുമപ്പൂവിലേക്ക് ഷാനു പ്ലേസ്ഡ് ആവുന്നത്? എങ്ങനെയാണ്? പിന്നെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഇമോഷണൽ ആയെന്ന് തോന്നുന്നു സംസാരിച്ചു. ആ കാര്യം പറയാൻ ഞാൻ എപ്പോഴും ഇമോഷണൽ. എന്തായാലും അറിയാലോ ചേച്ചിക്ക്, നമ്മുടെ മഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക്റ്റ് സിനിമക്കാരായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഒരു നാടാണ്. എനിക്ക് ആശ്വാസമായിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരാൾ മഞ്ചേരി ചന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളെ ചന്ദ്രേട്ടനാണ്, അതായത് ചേച്ചിയുടെ അച്ഛൻ. ഏതൊരു സമയത്തും ഇങ്ങനെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയത്ത് ഒഴിവ് ദിവസങ്ങളെല്ലാം ഞാൻ ചന്ദ്രേട്ടൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പോവുമായിരുന്നു. പോയിട്ട് ഞങ്ങൾ ഒരുപാട് ഉപദേശങ്ങൾ തരും. സിനിമ എങ്ങനെ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ അന്ന് പഴയകാല ആൾക്കാരാണ്, അവരുടെ കോണ്ടാക്റ്റിലുള്ള ആ സമയത്ത് സിനിമക്കാരൊക്കെ ആയിട്ട് ഒരുപാട് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ പഴയകാല സിനിമക്കാരായതുകൊണ്ട് അവർ ഈ ഒരു പുതിയ ഇപ്പോഴത്തെ സമയത്ത് അവർ ആക്റ്റീവ് അല്ലാത്ത കാരണം അത് എനിക്ക് ഗുണം ചെയ്തില്ല എന്നുള്ളൂ. എന്നാലും അച്ഛൻ്റെ ആ ഒരു വിയോഗം ചേച്ചിയെ പോലെ തന്നെ എനിക്കൊരു നഷ്ടമായിരുന്നു. കാരണം ശരിക്കും ഷാനു അച്ഛന് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ പറയല്ല, ഷാനു ശരിക്കും അച്ഛന് മോനെ പോലെയായിരുന്നു. അതുകൊണ്ട് കുങ്കുമപ്പൂവിൽ ഷാനുവിനെ ഇങ്ങനെ കണ്ട് ഷാനുവിൻ്റെ ആക്സെപ്റ്റൻസ് കിട്ടിയപ്പോൾ ഞാൻ തന്നെ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, അച്ഛൻ്റെ ഷാനുവാണത്, അച്ഛൻ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മീൻസ് നമുക്ക് അതിനൊക്കെ തിരിച്ചു വരാം. കുങ്കുമപ്പൂവിൽ എങ്ങനെ എത്തുന്നത്? കുങ്കുമപ്പൂവിൽ ഇതേപോലെ തന്നെ ഞാൻ ഈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം 7 ആർട്സ് കണ്ണേട്ടൻ എന്ന് പറയുന്ന കൺട്രോളർ അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കെ.വി. അനിൽ എന്ന് പറഞ്ഞ ഡയറക്ടറും റൈറ്ററൊക്കെ ഉണ്ട്, സുനിൽ ചങ്ങനാശ്ശേരി ഒരു പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ്, ഇവരെ എന്നെ ഒരു കണ്ണേട്ടൻ്റെ അടുത്ത് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണേട്ടൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഫോട്ടോസ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് അവർ, പിന്നെ എനിക്കറിയില്ല, ഒരു വർഷം മുമ്പാണത്, ഞാൻ ഫോട്ടോ കൊണ്ടു കൊടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് കുങ്കുമപ്പൂവിൻ്റെ ഈ ഒരു സംഭവം വരുന്നത്. കണ്ണേട്ടൻ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, എടാ നീയെ ഒരു ട്രിവാൻഡ്രത്തൊരു ഓഡീഷൻ ഉണ്ട്, 2ാമത്തെ പോക്കാ ട്രിവാൻഡ്രത്തോട്ട്. 8ാം ക്ലാസ്സിൽ നിന്ന് പോയതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം 2ാമത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിനെ വിളിച്ചു പോയി. എന്നോട് പറഞ്ഞു, കിട്ടിയ ഒരു നിധി ആയിരിക്കും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നീ ഒന്ന് പോയി നോക്ക്, നിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്ക്, അവിടെ ഒത്തിരി പേരുണ്ടാവും ഓഡീഷനിൽ, പോയി പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഒത്തിരി പേരിൽ നിന്ന് എന്നെ അവർ സെലക്ട് ചെയ്തു. ഒരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു, അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞൊരു ഒരു കൊട്ടേഷൻ തലവനാണ്, ഒരു ഗുണ്ടാ തലവനാണ്. അപ്പോൾ ഒരാളെ നിങ്ങൾ കൊല്ലണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവർ ഒത്തിരി ഓഡീഷൻ വെച്ചതാണ്, അത് 2-3 ഓഡീഷൻ വെച്ചതാണ് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി. അവർക്കൊരു ടാലൻ്റ് ആയിട്ടുള്ള പുതിയ ഒരാൾ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. 7 ആർട്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 7 ആർട്സിൻ്റെ വിജയകുമാർ സാറാണ് വിജയകുമാർ സാറിൻ്റെ അനിയൻ ജയകുമാർ സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊത്തിരി സിനിമ ചെയ്തുള്ള പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു ഒരു പുതിയ ആൾ വേണമെന്നുള്ളത്. അതിനുവേണ്ടി അവർ ഓഡീഷൻ നടത്തിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവർ ടെലികാസ്റ്റിന് ടൈം എത്തി. അപ്പോൾ ടെലികാസ്റ്റ് തുടങ്ങി 5ാമത്തെ എപ്പിസോഡ് തൊട്ട് ഈ ക്യാരക്ടർ വരണമെന്ന് തോന്നുന്നു. പക്ഷേ 24 എപ്പിസോഡായിട്ടും ആ ക്യാരക്ടർ വന്നിട്ടില്ല, ഈ ആർട്ടിസ്റ്റിനെ കിട്ടാഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഓഡീഷൻ പങ്കെടുക്കാൻ ചെല്ലുന്നത് തന്നെ ലൊക്കേഷനിലോട്ടാണ്, അവർ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ അവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും ഇങ്ങനെ സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു ഒരു സീന്. കാരണം ആ സീൻ എന്ന് പറഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യേണ്ട സീനാണ്. അപ്പം ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഞാനത് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വളരെയധികം അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ആകെ ഒരു ജോഡി ഡ്രസ്സും കൊണ്ടായിരുന്നു പോയിരുന്നത്, അത് വൈകുന്നേരം തിരിച്ച് കയറാനുള്ള ഡ്രസ്സും കൊണ്ട്. എന്തായാലും അവിടെ സെലക്റ്റായി. അതിന് പിന്നെ ആ ഒരു ഷെഡ്യൂൾ ചെയ്ത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയത് വീട്ടിലോട്ട്. പിന്നെ ഉള്ളതെല്ലാം ചരിത്രം. പിന്നെ അത് മാത്രമല്ല,
അവിടെ അവർക്ക് അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടു, എന്നെ സെലക്ട് ചെയ്തു. രണ്ടാമത് മോണിറ്ററിൽ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ഡയറക്ടർ പറഞ്ഞു ശരിയാവില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ ആ ക്യാരക്ടർ വരുന്നില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു, എന്നെ ഒഴിവാക്കി. അതിൽ നമ്മളെ ജയകുമാർ സാറ് പറഞ്ഞു, എനിക്ക് ആളെ ബോധ്യപ്പെട്ടു, 1 മിനിറ്റ് സാർ എനിക്കൊരു സമയം തരണം എന്ന് പറഞ്ഞ് ഡയറക്ടറോട് എന്നെ മാറ്റി നിർത്തി മേക്കപ്പ് മാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ ഹെയർ മുഴുവൻ ജെൽ ചെയ്തിട്ട് പിന്നിലോട്ട് ഈ റാംജി റാം സ്പീക്കിങ്ങിലെ വിജയകുമാർ സാർ രാഘവൻ ചേട്ടനെ പോലെ ആക്കി വെച്ചിട്ട് കുറച്ച് കൈയൊക്കെ കയറ്റി വെച്ച് ഒന്ന് മസിൽ പിടിച്ച് നിന്നോ എന്നും പറഞ്ഞിട്ട് എന്നെ മോണിറ്ററിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ അപ്പിയറൻസ് കൊള്ളാം. അങ്ങനെ ആ മുടിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. പിന്നെ അതിനുശേഷം അത് എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. രുദ്രൻ ശരിക്കും ഒരുപാട് വരേണ്ടിയിരുന്ന ഒരു ക്യാരക്ടർ അല്ലാന്നും ഷാനു ചെയ്ത് പ്രേക്ഷകർക്ക് അത് ആക്സെപ്റ്റൻസ് അതാണ് എനിക്ക് എപ്പോഴും ഞാൻ എവിടെ ഏതൊരു ഫംഗ്ഷനിൽ ചെന്നാലും കുറച്ചൊരു ക്രൗഡ് കിട്ടിയാലും ഞാൻ അവരോട് നന്ദി പറയും. വേറൊന്നും കൊണ്ടല്ല, 50 എപ്പിസോഡൊക്കെ ഉള്ളായിരുന്നു, 75 എപ്പിസോഡ് 50 എപ്പിസോഡൊക്കെ വന്നു പോകേണ്ടിയിരുന്ന ഒരു ക്യാരക്ടറാണ്. ഗുണ്ടയായിട്ട് തന്നെ മരിച്ച് ആ ക്യാരക്ടർ തീരേണ്ടതായിരുന്നു. കുറച്ച് എത്തിയപ്പോഴേക്കാണ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നല്ല രീതിയിൽ വന്നത്. ചാനലിലോട്ടും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും റൈറ്റർക്കൊക്കെ മെസ്സേജും മെയിലും ഫോണൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഈ വില്ലനെ നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുപോയി ഒരു നായക പരിവേഷം കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊണ്ടുപോയാലോ. അങ്ങനെ അതിൽ ശാലിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ പ്രൊട്ടക്ടറായിട്ട് വന്നു. അങ്ങനെ ആ ക്യാരക്ടർ ഇങ്ങനെ തിരിഞ്ഞു പോയി. 75ാമത്തെ എപ്പിസോഡിൽ മരിച്ചു പോകേണ്ട ആൾ പിന്നെ മരിച്ചത് 850ാമത്തെ എപ്പിസോഡിലാണ്. പക്ഷെ അത് ഒരു അവിടെ രുദ്രന്റെ 850 മരണം ഒരു താരത്തിന്റെ ഉദയം കൂടിയായിരുന്നു, ഒരു നടന്റെ അല്ലാതെ മതി. അത് മറ്റേ സത്യം, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഓഡിയൻസ്, ഈ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ച അവർ ഈ മെസ്സേജും ഫോൺ കോളൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടത്. അപ്പോൾ എല്ലാത്തിനും അവരോടാണ് എനിക്ക് നന്ദി പറയുന്നത്. പ്രേക്ഷകർ തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത്. ആ പ്രേക്ഷകർക്ക് അത്രയും കൈനീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് ആ സമയത്ത് എനിക്കൊരു ജനപ്രിയ നടനുള്ള അവാർഡ് കിട്ടി. ചാനലിൻ്റെ അവാർഡ് കിട്ടി. ദുബായ് ഏഷ്യ വിഷൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ്, പിന്നെ ചെറുതും വലുതായിട്ടൊരു ജോൺസൺ മാഷ പേരിലുള്ള ബെസ്റ്റ് ആക്ടർ അവാർഡ്, ലോഹിദാസ് സാറിൻ്റെ പേരിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ്, കാഴ്ച, ശ്രീരാഗ മ്യൂസിക്, അങ്ങനെ ഒത്തിരി അവാർഡ്സ് എനിക്ക് കിട്ടി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിനയ ജീവിതത്തിലൊരു ഊർജം തന്നെ എനിക്ക് തരേണ്ടത്. അതൊക്കെ ഈ പ്രേക്ഷകരെ തീർച്ചയായിട്ടും ഞാൻ ആ അവാർഡ് കിട്ടിയപ്പോൾ നേരെ ആ സാധനം കൊണ്ടുപോയി കൊടുത്തു ഉമ്മാൻ്റെ കയ്യിൽ. ഉമ്മാക്ക് വളരെയധികം സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും, കാരണം ആ ഉമ്മയുടെ ഒരു ആ സമയത്ത് പതറാതെ കൂടെ നിന്നത് കൊണ്ടും കൂടി ആണല്ലോ ഷാനു അത് സംസാരിച്ചു. ഇപ്പൊ ചെയ്യുന്ന പ്രോജക്ട്സ് ഏതാണ്? വേറെ ഇപ്പോൾ ആൾറെഡി സിനിമ ചെയ്ത് കഴിഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും പറയാനായില്ല, കാരണം കൺഫേം ചെയ്യാനായിട്ടില്ല. വേറെ 1-2 പ്രോജക്ട്സ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. കുഴപ്പമില്ലാത്ത പ്രോജക്ട്സ് ആണ്. നോക്കിയിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സമയം എടുത്തിട്ടാണെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യമുണ്ട് ഷാനു, എപ്പോഴും നമ്മളിപ്പോൾ സിനിമയിലായാലും ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഗ്രാഫും അവരുടെ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലരും ഇന്ന് ഹൈറ്റ്സിൽ നിൽക്കുന്ന മിക്കവാറും എല്ലാവരും തുടങ്ങിയിരിക്കുന്നത് നെഗറ്റീവ് റോളിൽ കൂടെ. അതാണ് എൻ്റെ ഒരു ആശ്വാസം. ഞങ്ങളും അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കണം എന്താണ് ഞങ്ങളുടെ ഷാനു അങ്ങനെ കയറി എനിവേസ്. അപ്പോൾ ഷാനു എന്തായാലും പ്രേക്ഷകരെ തന്നെ കൂട്ടുപിടിച്ച് പോകുന്ന ഒരാളല്ലേ. അപ്പോൾ പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടാവും രുദ്രൻ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞു കേൾക്കണം. അപ്പം എൻ്റെ പ്രേക്ഷകരോട് 2 വാക്ക് പറയും. കേരള വിഷനിൽ ഇരുന്നിട്ടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ കാരണമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. എന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറമെ ഇന്നെൻ്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്, അങ്ങനെ തന്നെ നേതാവേ, 5 പിന്നാലെ എന്ന് പറഞ്ഞ സിനിമ. അതിലൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വലിയൊരു സിനിമയൊന്നുമല്ല, ഭയങ്കര ബഹളം ഉണ്ടായിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല, പക്ഷേ നല്ലൊരു നന്മ നിറഞ്ഞ ചിരിക്കാനും ചിന്തിക്കാനുള്ളൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഷാനുവിൻ്റെയും ഉമ്മയുടെയൊക്കെ ആഗ്രഹം പോലെ ഷാനുവിന് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. ഞങ്ങളുടെയും കൂടെ സന്തോഷമായിരിക്കും ഷാനു അങ്ങനത്തെ ഉയരങ്ങളിലെത്തുമ്പോൾ. അതിനുവേണ്ടി ആത്മാർത്ഥമായി എന്നും പ്രാർത്ഥന ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. ഇവിടെ വന്നതിലും ഈ സിനിമയുടെ വിശേഷങ്ങളും ഷാനുവിൻ്റെ വിശേഷങ്ങളും ഞങ്ങളോട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം മറ്റൊരു അതിഥിയുമായി.